സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ദൈവ മക്കളെ, ആദ്യമായി ബഹുമാനപ്പെട്ട വൈദികർക്ക് ഞാൻ ഹാപ്പി ഫീസ്റ്റ് തിരുനാൾ മംഗളങ്ങൾ ആശംസിക്കുകയാണ്. ഞങ്ങൾക്കറിയാമല്ലോ, ഇന്ന് വൈദികരുടെ തിരുനാളാണ്. കാരണം ഇന്നാണ് കർത്താവ് ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ചത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മക്കളെ. പ്രിയ ദൈവമക്കളെ, ബലി ആരംഭിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കാര്യച്ചൻ പറയുകയുണ്ടായി, ഈ പെസഹ ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് സ്നേഹമാണ് എന്ന്. ദൈവത്തിൻ്റെ സ്നേഹവും പരസ്പര സ്നേഹവും. നമുക്കറിയാം, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഇന്നാണ്. അതുപോലെ പൗരോഹിത്യം സ്ഥാപിച്ചതും ഇന്നാണ്. കണിശമായിട്ടും ആദ്യത്തെ സഭ ഈ 12 പേരായിരുന്നു. അപ്പോൾ സഭ സ്ഥാപിച്ചതും ഇന്നാണ്. ഇനിയും നമുക്ക് കാണാൻ സാധിക്കും, ഏറ്റവും വലിയ കൽപ്പന കർത്താവ് കൊടുത്തത് പരസ്പരം സ്നേഹിക്കുക ഇന്നാണ്. ഇത് മൂന്നും പരസ്പര ബന്ധിതം ആണ്. കർത്താവിൻ്റെ വലിയ സ്നേഹം, അച്ഛൻ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ആ വലിയ സ്നേഹം കൊണ്ടാണ് ഹൃദയം മുറിച്ചു കൊടുക്കുവാൻ ആ കുർബാന സ്ഥാപിച്ചത്. നിങ്ങൾക്കെല്ലാം അറിയാം, നടന്നിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളിൽ എല്ലാം അപ്പം യേശുവിൻ്റെ ശരീരമായത്, വീഞ്ഞ് കർത്താവിൻ്റെ രക്തമായത്, പരീക്ഷണശാലകളിൽ ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് മനുഷ്യൻ്റെ യഥാർത്ഥ പേശികൾ അഥവാ ഹൃദയത്തിൻ്റെ പേശികളാണ് അപ്പം ശരീരമായി മാറുമ്പോൾ സംഭവിക്കുന്നത്. എൻ്റെ നാവിൽ തന്നെ നിങ്ങൾ അത് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാർ ഒന്നടങ്കം, ഇത് മഞ്ഞാക്കളച്ചൊരു നുണ പറയുന്നതല്ല, ഇത് വണക്കമാസം അല്ല, ഇത് ശാസ്ത്രം പറയുന്നതാണ്. നിങ്ങൾക്ക് ഇൻ്റർനെറ്റിലൊന്ന് നോക്കിക്കേ. വല്ലപ്പോഴൊക്കെ ഇനിയും ഇൻ്റർനെറ്റ് നല്ല കാര്യത്തിൽ നിന്ന് ഉപയോഗിച്ച് യൂക്കറിസ്റ്റിക് മിറക്കിൾ, വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞെന്ന് ബട്ടണമർത്തിയാൽ കാണാൻ സാധിക്കും. ലൻഷ്യാനോ മുതൽ ഇന്ന് അടുത്ത കാലത്ത് പോളണ്ടിൽ നടന്ന അത്ഭുതങ്ങൾ വരെ ബിഷപ്പ്മാർ അപ്പം ശരീരമായിട്ട് മാറിയത് ശാസ്ത്രജ്ഞന്മാർക്ക് കൊടുത്തപ്പോൾ അവർ തിരിച്ചു ചോദിച്ചത് എന്താണെന്നറിയാമോ? ഹൗ കുഡ് യു ഗെറ്റ് the tissues of a heart of a man dying in agony? പടഞ്ഞു മരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ പേശികൾ നിങ്ങൾക്ക് എവിടെ കിട്ടി? ഇറ്റ് ഈസ് ക്രിമിനൽ. ഇത് കുറ്റകരമാണ്. ഇത് സത്യമാണ് മക്കളെ. നമ്മൾ ഓർക്കണം, ദിവ്യാൽത്താരയിൽ നമ്മൾ ഭക്ഷിക്കുന്നത്, പാനം ചെയ്യുന്നത് ഈശോയുടെ ഹൃദയമാണ്. കരിച്ചൻ അത് സൂചിപ്പിച്ചപ്പോൾ ഞാൻ ഓർത്തു പോവുകയായിരുന്നു. ഇതൊക്കെ അത് ഈശോ തൻ്റെ ഹൃദയം പങ്കുവയ്ക്കുകയാണ്, മുറിച്ചു കൊടുക്കുകയാണ് തിന്നാനും കുടിക്കാനും. ഈശോയുടെ രക്തം AB പോസിറ്റീവാണ്. ശാസ്ത്രജ്ഞന്മാർ യേശു ലോകത്തിൽ അവശേഷിപ്പിച്ച വസ്ത്രത്തിൽ ഉണ്ടായിരുന്ന രക്തം പരിശോധിച്ച് കണ്ടുമുട്ടി AB പോസിറ്റീവായി. എവിടെയെല്ലാം വിശുദ്ധ കുർബാന അത്ഭുതങ്ങൾ നടന്നുവോ, ആ വീഞ്ഞുതുള്ളികൾ രക്തമായി മാറിയപ്പോൾ അതും ശാസ്ത്രജ്ഞന്മാർ കണ്ടത് AB പോസിറ്റീവായിട്ട് ആണ്. പ്രിയമുള്ളവരെ, സ്നേഹം. ഇപ്പോൾ നിങ്ങൾ കേട്ടു, സുവിശേഷം വായിച്ചപ്പോൾ എപ്രകാരം ആണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന്. കർത്താവ് എന്തിനായിട്ട് വന്നു? അവൻ ഭക്ഷണത്തിനിരുന്നപ്പോൾ ഒപ്പം അപ്പസ്തോലന്മാരും ഇരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കാ 22:14. 12 പുരുഷന്മാരാകട്ടോ, സ്ത്രീകളല്ല. അപ്പോൾ സ്ത്രീകൾ അച്ഛന്മാരാണെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല, മനസ്സിലാക്കൂ. അതെ, കർത്താവ് പാദങ്ങൾ കഴുകിയതും സഭ ആരംഭിച്ചതും 12 ശിഷ്യന്മാർ, പുരുഷന്മാരെ ആണ്. ഇന്ന് പലയിടത്തും വികൃതി കാണിക്കാറുണ്ട്. സ്ത്രീകളെ കൂടിയിരുത്തി കാല് കഴിയിക്കുക, കുട്ടികളെ കാല് കഴിയിക്കുക, ഇങ്ങനെ പോകുന്നു പല വികൃതികളും. സത്യത്തിൽ 12 വലിയ ആളുകൾ തന്നെ, അഡൾട്ട്സാണ് ഇരിക്കേണ്ടതെന്ന് ഞാൻ പറയും. എന്തുമാകട്ടെ, ഇനിയും തനിക്കുള്ളവരെ ലോകത്തിൽ അവൻ സ്വന്തമായി സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. യോഹന്നാൻ 13:1 ഇപ്പോൾ നിങ്ങൾ വായിച്ചു കേട്ടു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് അവസാനം വരെയുള്ള സ്നേഹം.
സ്നേഹിച്ച് ഹൃദയം മുറിച്ചു കൊടുക്കുക. അതെ, അതാണ് കർത്താവ് അത് ചെയ്തത്. ഇനിയും ഈശോ ആ കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്തായിരുന്നു? നമ്മോടുകൂടി ആയിരിപ്പാൻ. അതെ, ഇനിയും അതിനായി സെലക്ട് ചെയ്തത് 12 മുഖവന്മാരെയാണ്. വലിയ ബുദ്ധിമാന്മാരെയും ദൈവശാസ്ത്രജ്ഞന്മാരെയും ഒന്നുമല്ല. പിന്നെയോ അക്ഷരാഭ്യാസമൊന്നും അധികമില്ലാത്ത മീൻപിടുത്തക്കാരെ. നമുക്ക് കാണാൻ സാധിക്കും. ഈശോ കുർബാന സ്ഥാപിച്ചതിനെ പറ്റി നിങ്ങൾ വായിക്കേണ്ടത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 മക്കളെ. കാരണം സാധിക്കും. ഈശോ പറഞ്ഞു, സത്യമായി ഇതെൻ്റെ ശരീരമാകുന്നു, രക്തമാകുന്നു. നിങ്ങൾ ഇത് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലുമാണ്. നിങ്ങൾക്ക് മരണമില്ല, നിത്യതയിലേക്ക് നിങ്ങൾ കയറും. ഇതെല്ലാം പഠിപ്പിക്കുന്നത് അവിടെയാണ്. നിങ്ങൾക്കറിയാമോ, 6 അധ്യായത്തിൽ ഈശോ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി എന്ന് നമ്മൾ വായിക്കുന്നു. 5000 പേരല്ല, 5000 പുരുഷന്മാരെ. ഹല്ലേലൂയ. ഞാൻ പറയും, 5000 കുടുംബത്തലവന്മാരുണ്ടായിരുന്നു. അവരുടെ തലവന്മാരെയാണ് എണ്ണുന്നത്. പെണ്ണുങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. നമ്മളിവിടുത്തെ കണക്കെടുക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ 3 തവണ കാണും സ്ത്രീകൾ. എങ്കിൽ ഏകദേശം 50,000 അഥവാ 1,00,000 പേരുടെ ഒരു ജനക്കൂട്ടത്തിലാണ് കർത്താവ് വലിയ അത്ഭുതം പ്രവർത്തിച്ചത്. നമുക്കറിയാം, അപ്പം 5000 പേർക്ക് കൊടുക്കുന്നു. ഈശോ വെള്ളത്തിന് മൂലെ നടക്കുന്നു. അതിനുമുമ്പ് തന്നെ കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി. ഇതെല്ലാം യേശു ഇവരെ വിശുദ്ധ കുർബാനയിലേക്ക് നയിക്കുകയായിരുന്നു. അഥവാ ഈശോ വന്നത് കുർബാനയാകാനാണ്. അതായത് നമുക്ക് തൻ്റെ ഹൃദയം നൽകുവാൻ, ഇതൊന്നും മനസ്സിലാക്കാനായിട്ടാണ് അത്ഭുതങ്ങൾ ചെയ്തത്. കാനായിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി. അതിന് കഴിവ് കർത്താവിനുണ്ടെന്ന് തെളിയിച്ചു. മാത്രമല്ല, വെള്ളത്തിന് മുകളിലൂടെ നടന്നപ്പോൾ തനിക്ക് തന്നെ തൻ്റെ ശരീരത്തിൻ്റെ മേലുള്ള അധികാരം, അത് വെള്ളത്തിൽ നടക്കാൻ, വെള്ളത്തിന് മുകളിൽ ഭാരമില്ലാതെ നടക്കുവാൻ. അതുപോലെ അപ്പത്തോടും എന്തും ചെയ്യാൻ കഴിയും. 5000 പേർക്ക് തിന്നാൻ ഒരപ്പം കൊണ്ട് പറ്റിക്കാം. അതെ, അപ്രകാരം തൻ്റെ കൃപ, തൻ്റെ ദൈവികത വെളിപ്പെടുത്തുകയായിരുന്നു ഈ അത്ഭുതം വഴി. എന്നിട്ടാ പറഞ്ഞത്, അപ്പം എടുത്ത് ഇത് എൻ്റെ ശരീരമാകുന്നു. ഹല്ലേലൂയ. എന്നാൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അത് വീഞ്ഞും എടുത്ത് രക്തമാകുന്നു പറഞ്ഞിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പഴയകാലത്തിലെ ഓർമ്മയല്ല കേട്ട. എന്ന് പറഞ്ഞാൽ പണ്ട് ബലികളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ബലികൾ അർപ്പിച്ച്, അതെ നമുക്കറിയാം, ശ്രീകോവിലിൽ കയറി രക്തം തളിക്കും, ജനങ്ങളുടെ മേത്തളിക്കും. അതെല്ലാം കഴിഞ്ഞ് വിരിയിട്ട് മൂടും. ഇതെല്ലാം സംഭവിച്ചു. അതൊന്നും അല്ല, എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പല ആളുകളും ഓർക്കുന്നത്, ഇപ്പോൾ അച്ഛന്മാർ കുർബാന ചൊല്ലുമ്പോൾ 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ നടന്ന ആ ബലിയെ ഓർത്തോണ്ടാച്ചത് അല്ല. പിന്നെ എന്താണ് ഈശോ അവിടെ പറഞ്ഞത്? എന്താണ്? നാളെ നടക്കാൻ പോകുന്ന കാൽവരിയിലെ ബലി ഓർത്തുകൊണ്ട്. അതാണ് നമ്മൾ ഓർക്കുന്ന. ഒരു പെണ്ണുവാണും കൂടെ സ്നേഹിച്ചാൽ, അതെ, ആ സ്നേഹം ഓരോ ദിവസം ഓർക്കുന്നത്, എന്നായിരിക്കും കല്യാണം, എന്നാ ഞങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ഭാവിയിലുള്ള കാര്യങ്ങളും ഓർമ്മയിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഹല്ലേലൂയ. അപ്പം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞത് അന്നു തന്നെ കാൽവരിയിൽ സംഭവിക്കുവാനുള്ളത് ഓർക്കുവാൻ ആണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഈ പെസഹായിലെ കുർബാന, അതായത് അപ്പവും വീഞ്ഞും ശരീരവും രക്തമാകുന്ന ആ വലിയ അത്ഭുതം കാൽവരിയിലെ ബലിയുമായി അഭേദ്യ ബന്ധത്തിലാണ്. രണ്ടും കൂടി ചേർന്നതാണ് ദിവ്യബലി. നിങ്ങൾ മനസ്സിലാക്കാൻ, നമ്മളൊക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പാതിര മുതൽ പാതിര വരെയാണ്. യഹൂദർക്ക് അങ്ങനെയല്ല. വൈകുന്നേരം 6 മുതലാണ് പിറ്റേ ദിവസം 6 വരെയാ ദിവസം. ഇപ്പോൾ ദിവസം തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ 6 മണിക്ക് കുർബാന ആരംഭിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ കുർബാന സ്ഥാപിച്ച അന്നു തന്നെയാണ് ഈശോ കാൽവരി വിരിമാറിൽ കരങ്ങൾ വിരിച്ച് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി നമുക്ക് ബലിയായി തീർന്നത്. ഇനിയും നമ്മൾ ഓർക്കും, പലപ്പോഴും ആ ഒരു ബലി കഴിഞ്ഞു. ഹെബ്രായക്കാർക്ക് ലേഖനം 10-ാം അധ്യായം 10 വായിച്ചുകൊണ്ട് അത് കഴിഞ്ഞുപോയി, അച്ഛന്മാർ അർപ്പിക്കുന്ന കുർബാനയ്ക്ക് അർത്ഥമില്ല എന്ന്. ഞാൻ വചനം വായിക്കട്ടെ. കർത്താവ് അത്താഴം കഴിഞ്ഞു പറഞ്ഞത് എന്താണെന്നറിയാമോ? ദൈവരാജ്യത്തിൽ ഇത് പൂർത്തിയാകുന്നത് വരെ ഞാനിത് ഭക്ഷിക്കുകയില്ല. ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന്
പാനം ചെയ്യുകയും ഇല്ല. അപ്പോൾ കർത്താവ് ഉത്ഥാനത്തിനു ശേഷം ദൈവരാജ്യത്തിലൊരു പൂർത്തീകരണം നടത്തുന്നുണ്ട്. നമ്മൾ ഹെബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി അവൻ പിതാവിൻ്റെ അടുക്കൽ മധ്യസ്ഥം അപേക്ഷിക്കുന്നു. പല ആളുകളും ഓർക്കും മാതാവും ഔഷധ പിതാവും പുണ്യവന്മാരൊക്കെ മധ്യസ്ഥം യാചിക്കുന്ന പോലെ ഈശോ ഒരു വലിയ മധ്യസ്ഥനായിട്ട് പുണ്യവാനായിട്ടിരുന്നുകൊണ്ട് മധ്യസ്ഥം യാചിക്കുകയാണെന്ന്. ശരിയല്ല മക്കളെ. ഹല്ലേലൂയ. യേശുവിൻ്റെ ഏറ്റവും വലിയ മധ്യസ്ഥത എന്താണെന്നറിയാമോ? നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപമായി തീർന്ന് നമുക്ക് രക്ഷ നൽകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഈശോ അതിനകത്താണ് വന്നത്, രക്ഷ നൽകുവാൻ. നമുക്കറിയാം ഈശോ നമ്മുടെ കല്യാണമൊക്കെ നടത്താനൊരു ദല്ലാളായിട്ടല്ല, സ്ഥലങ്ങളൊക്കെ വിൽക്കാൻ കാര്യസ്ഥരായിട്ടല്ല, കടം വീട്ടാനായിട്ട് വന്ന കാര്യസ്ഥനുമല്ല. നമ്മളതൊക്കെയാണ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നമ്മുടെ യേശുവിലുള്ള വിശ്വാസം ഈ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വെച്ചതാണെങ്കിൽ നമ്മൾ മറ്റാരേക്കാൾ ദൗർഭാഗ്യവാന്മാരാണ്. ഈ ദൗർഭാഗ്യത ഇന്ന് കേരളത്തിൽ കരിസ്മാറ്റിക്കുകളും എല്ലാവരും അനുഭവിക്കുന്നത്. ആർക്കും യേശുവിൻ്റെ ബലിയിൽ പങ്കുകൊള്ളാൻ ഇഷ്ടമില്ല. എല്ലാവർക്കും ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കണം. ഈശോ വന്നത് ഈ ഭൗമിക കാര്യങ്ങൾ വാരി വിതറാനല്ല. ഈശോ ആദ്യം പറഞ്ഞറിയാമല്ലോ, അനുതപിക്കൂ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഈ രാജ്യം തരുവാനാണ് വന്നത്. അപ്പം ഈ രാജ്യത്തിലെ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ഭൗമികവും ആന്തരികമായ, അതായത് അഭൗമികമായത് ആധ്യാത്മികമായ ഒരു തലം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ ശാരീരിക തലത്തിലാണ് ഇരിക്കുന്നത്. നമ്മൾ ആന്തരിക കണ്ണുകൾ തുറക്കാത്തത് കൊണ്ട്, ആന്തരിക കാതുകൾ തുറക്കാത്തത് കൊണ്ട്, ആന്തരിക ഹൃദയം തുറക്കാത്തത് കൊണ്ട് അഭൗമികമായ ആധ്യാത്മികമായ രഹസ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല പോലും. അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നുണ്ട് 1 കൊറിന്തോസ് അധ്യായം 2:14, അന്ന് ലോകത്തിലെ അധികാരികൾ വിജ്ഞാനത്തിലൂടെ യേശുക്രിസ്തു ആരാണെന്ന് അറിഞ്ഞെങ്കിൽ അവനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ പീലാത്തോസോ ഈവൻ 12 നമ്മുടെ യൂദാസോ അല്ലെങ്കിൽ പട്ടാളക്കാരോ യേശു ആരെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ക്രൂശിക്കില്ലായിരുന്നുവെന്ന്. പ്രിയ മക്കളെ, നമ്മൾ കത്തോലിക്കർ ക്രിസ്ത്യാനികൾ യേശുവിനെ അറിയുന്നവരാണെന്നാ പറയുന്നത്. നമ്മൾ ഈശോ സ്നേഹിക്കുന്നവരാണെന്നാ പറയുന്നത്. നെഞ്ചത്ത് കൈവച്ച് ചോദിക്കണം, ഈശോ ശരിക്കും ഞാൻ അറിയുന്നുണ്ടോ? എങ്കിൽ ഞാനവനെ ക്രൂശിക്കയില്ലായിരുന്നു. ഓർക്കണമേ, ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ പൗലോസ് അപ്പോസ്തലൻ അഥവാ സാവൂളിനോട് ഈശോ ചോദിച്ചെന്താ? അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവാകട്ടോ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? നീ എന്തുകൊണ്ട് എന്നെ ക്രൂശിക്കുന്നു? നമ്മുടെ പാപങ്ങൾ ഇന്നും അവനെ ക്രൂശിക്കുന്നു. ഹെബ്രായർ 6-ാം അധ്യായം 6 വചനം നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയിൽ പങ്കുകൊണ്ട് ദിവ്യരഹസ്യങ്ങളൊക്കെ സ്വീകരിച്ച് അവന് സന്തോഷവും സമാധാനവും അനുഭവിച്ചവർ വീണുപോയാൽ അവൻ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നു, അവനെ അവഹേളിതനാക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മളായതൊക്കെ ജൂതന്മാരല്ല കേട്ടോ, ആ വിജാതിയരല്ല, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ അല്ല ഇന്ന് ഈശോയെ ക്രൂശിക്കുന്നത്, നമ്മൾ ആണ് എന്ന് ഓർക്കണമേ. അപ്പോൾ ഞാൻ പറയാൻ കാരണം, അതെ, നമ്മൾ ഈശോ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും അറിയുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ യേശുവിനോട് ഐക്യപ്പെട്ട് അത് ഈ വിശുദ്ധ ബലിയിൽ പങ്കുകൊണ്ട് നമ്മൾ വിശുദ്ധരായി ജീവിച്ചേനുമായിരുന്നു. എന്തിനാണ് യേശു ബലി അർപ്പിച്ചത്? അത് തീത്തൂസ് 2:14. തീത്തൂസ് 2:14. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിനും സത്പ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ തന്നെ നമുക്ക് വേണ്ടി ബലിയായി അർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ശുദ്ധിയുള്ള ഒരു ജനതയെ വേർതിരിക്കുവാൻ. അതുതന്നെയാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 17:19. അവൻ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി തന്നെ ബലിയായി അർപ്പിച്ചു. ഹല്ലേലൂയ. ഇപ്പോൾ അർപ്പിക്കുന്ന ഈ കുർബാന എന്ന് നമ്മൾ പറയുന്നു ബലിയും, ആ കാൽവരിയിലെ ബലിയും ഒന്ന് തന്നെ എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതെ, അവിടെ കർത്താവ് ഈ ബലി അർപ്പിക്കുന്നത് നമ്മളെ വിശുദ്ധീകരിക്കാൻ. നമുക്കറിയാം, ഏതോ ഒരു രീതിയിൽ കുർബാന ചെല്ലുമ്പം കുർബാന സ്വീകരണത്തിന് മുമ്പ് പറയില്ലേ, വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നുവെന്ന്. അതേ പ്രിയമുള്ളവരെ, വിശുദ്ധമായി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളും വിശുദ്ധരാകും. ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ബലിയിലൊക്കെ ഹൃദയവിശുദ്ധിയോടെയാണോ അത് സംബന്ധിക്കുന്നത്. ഏറ്റവും വലിയ വിശുദ്ധി എന്താണെന്നറിയാമോ? 2-ാം വായന നിങ്ങൾ കേട്ടുവെങ്കിൽ, പറ്റുമെങ്കിൽ വീട്ടിൽ പോയി 1 കൊറിന്തോസ് 11-ാം അധ്യായം വായിക്കണം. ബലി അർപ്പിക്കുന്ന സമയത്ത് തമ്മിൽ വഴക്കായിരുന്നു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ നിന്നും കഴിച്ചാൽ മതി, നിങ്ങൾ തമ്മിൽ വഴക്കാണെങ്കിൽ. ഇവിടെ ബലിക്കായി ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുർബാനയെ പറ്റിയാണ് പറഞ്ഞത്, നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ഒന്നായിട്ട് ബലി അർപ്പിക്കണം. നമുക്കറിയാം, കർത്താവ് കാല് കഴുകി ശിഷ്യന്മാരെ അഭിഷേകം ചെയ്തു പുരോഹിതരായിട്ട്. കാരണം പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. നമ്മൾ ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ലേവ്യയുടെ പുത്രന്മാരുടെ കാലുകൾ മൂശ കഴുകി, അങ്ങനെ അവർ പുരോഹിതരായി മാറി. അപ്പോൾ ഈശോ ആ കാല് കഴുകിയത് എളിമയുടെ കണിശമായിട്ടും അത് ഒരടിമ ചെയ്യുന്ന പണി കണിശമായിട്ടും. എന്നാൽ അർത്ഥം ഇതായിരുന്നു, 12 പേരെയും കാല് കഴുകി പുരോഹിതരായി അഭിഷേകം ചെയ്യായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, പുരോഹിതൻ ഈ ബലി അർപ്പിക്കുന്നത് അതിൽ സംബന്ധിക്കുന്ന നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടാൻ. ഇവിടെ പുരോഹിതൻ ഒന്നേ ഉള്ളൂ, ഈശോ. അപ്പോൾ ബലി കാരീച്ചൻ്റെ ബലിയല്ല, മഞ്ഞാക്കളിച്ചൻ്റെ ബലിയല്ല, പറപ്പള്ളിയച്ഛൻ്റെ ബലിയല്ല, ഈശോയുടെ ബലിയാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ബലി അർപ്പകർ മാത്രം. ബലി നിങ്ങളുടേതാണ്. ഓർത്തോളം, നിങ്ങളുടെ ജന്മാവകാശമാണ്. കാരണം നിങ്ങൾ രാജകീയ പുരോഹിതരാണ്. പത്രോശ്ലീഹ മനോഹരമായിട്ട് പറയുന്നുണ്ട്, 1 പത്രോസ് 2:9. അത് നിങ്ങൾ രാജകീയ പുരോഹിതരും ഞങ്ങൾ സേവക പുരോഹിതരും. സേവനത്തിനായിട്ടാണ് ഈ കാല് കഴുകി പറഞ്ഞത്. ഈ മാതൃക അനുസരിച്ച് ഞങ്ങൾ നിങ്ങളുടെ കാല് കഴുകണമെന്ന്. കാരീച്ചൻ ഇനി 12 പേര് കാലിപ്പോൾ കഴിയാൻ പോരാ. കാരിച്ചൻ കാരീശ്വരനായിരിക്കുന്നിടത്തോളം കാലം ഇവിടെ വരുന്ന എല്ലാവരുടെയും കാല് കഴുകണം കാരിച്ച. അതുപോലെ ഓരോ വൈദികരും ഞാനും. അതെ, ആ കാല് കഴുകൽ എന്ന് പറഞ്ഞാൽ സ്നേഹം പങ്കുവയ്ക്കൽ. വീണ്ടും പറയുന്നു, അപ്പോൾ പുരോഹിതനെ കർത്താവ് വിളിച്ച് വേർതിരിക്കുന്നത് എന്തിനാണ്? സ്നേഹിക്കാൻ. അവനെ വിളിച്ചതും വലിയ സ്നേഹത്തിൻ്റെ അടയാളം. ഓർക്കണം, ഈശോ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ഈശോ പറഞ്ഞ അതേ കാര്യങ്ങൾ പ്രസംഗിക്കുവാനായിട്ട് വേറൊരു ക്രിസ്തുവാക്കി അത് അഭിഷേകം ചെയ്യുകയാണ് ഒരു പുരോഹിതനെ. പുരോഹിതൻ്റെ ഔദ്യോഗിക നാമം നിങ്ങൾ കേട്ടിട്ടില്ലേ? അനദർ ക്രൈസ്റ്റ്, വേറൊരു ക്രിസ്തു. വലിയ ഔദാര്യമാണ്, ഈശോയുടെ വലിയ സ്നേഹമാണ് മക്കളിത്. അതായത് പാവങ്ങളായ വലിയ വിദ്യാഭ്യാസമോ പണമോ ഇല്ലാത്ത സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഈശോ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങൾക്ക് അർഹമല്ലാത്ത ആ ജോലി, ശുശ്രൂഷ ഈശോയെ കരങ്ങളിൽ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള അനുഗ്രഹം. ഞാൻ പലപ്പോഴും കുർബാന ചെല്ലുമ്പോൾ ഓർക്കും, അതെ, മാതാവ് തൻ്റെ ഗർഭപാത്രത്തിൽ ഒരിക്കലേ ഈശോയ്ക്ക് ജന്മം കൊടുത്തുള്ളൂ. ഓരോ പുരോഹിതനും ഓരോ ദിവസവും കരങ്ങളാകുന്ന ഗർഭപാത്രത്തിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നവരാണേ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, വൈദികരായ ഞങ്ങളിൽ മാനുഷികമായ കുറവുകൾ, പരാധീനതകൾ കാണുമ്പോൾ ഞങ്ങളെ വെറുക്കരുത്. അതെ, നിങ്ങൾക്ക് അത് ജീവൻ്റെ അപ്പം നൽകുവാൻ, ജീവനുള്ള ഈശോയെ തരുവാൻ, ആ ഈശോയുടെ ഹൃദയവും രക്തവും തരുവാനാണ് ഞങ്ങൾ അഭിഷിക്തരായിരിക്കുന്നത്. നിങ്ങളെപ്പോലെ ഞങ്ങളും അമ്മയുടെ വയറ്റിൽ പിറന്നു. അപ്പം ഞങ്ങളെ വളർത്തി, കുടുംബത്തിൽ വളർന്നു. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങൾക്കുണ്ട്. ക്ഷമിക്കൂ. ഈ നിമിഷം പ്രിയ മക്കളെ, നിങ്ങൾ എന്നെ നോക്കി നിൽക്കുമ്പോൾ തിരുസഭയിൽ ഓരോ വൈദികരെയും മനസ്സിൽ കാണുന്നുണ്ട്, മെത്രാന്മാരെ കാണുന്നുണ്ട്. മെത്രാന്മാരും ആദ്യം വൈദികരാണ്, അവർ വൈദികരാണ്. ആ വൈദികരുടെ എല്ലാ നാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്കറിയാം നിങ്ങളുടെ എല്ലാം മനസ്സിൽ കിടക്കുന്നത് ഈ സ്നേഹത്തെപ്പറ്റി ഞാനോ കാരിച്ചനൊക്കെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾക്ക് സ്നേഹമില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അറിയാം, നമുക്കറിയാം, നമ്മുടെ കേരള സഭയിൽ പ്രത്യേകിച്ച് ഈ കുർബാനയെ ചൊല്ലിയാണേ വഴക്ക്. അതെ, ആ നടത്തുന്ന ഞങ്ങളോട് ക്ഷമിക്കൂ. അതേ എനിക്ക് പറയാനുള്ളൂ. ഒരൊന്നും ന്യായീകരിക്കാനോ സ്വാധീകരിക്കാനോ സൈഡ് പിടിക്കാനൊന്നുമില്ല. ഞങ്ങൾക്ക് തെറ്റു പറ്റി, ഞങ്ങളുടെ പൗരോഹിത്യം ഞങ്ങൾ ജീവിച്ചില്ല. ആ സ്നേഹം പങ്കുവെക്കുന്നതിൽ ഞങ്ങൾ തോറ്റുപോയി. ദൈവജനമായ ആ പുരോഹിതരായ നിങ്ങളോട്, രാജകീയ പുരോഹിതരായ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു, ക്ഷമിക്കൂ. നമുക്കറിയാം കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ഓർത്ത് നോക്കിയാൽ കഷ്ടം. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ പോലെ, അത് ഈ കുർബാനയെ ചൊല്ലി കേരളത്തിലെ ആളുകൾ തല്ലുപിടിക്കുമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കർത്താവ് കുർബാന സ്ഥാപിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. അതെ, ഞാൻ പറയാറുണ്ട്, കുരിശിനെ പറ്റി വഴക്കാണെങ്കിൽ
ഈശോ ഒരു പക്ഷേ വല്ല കപിലാവയിലും തൂങ്ങി മരിച്ചതിനെ, ആ കുരിശിൽ തൂങ്ങിയല്ലായിരുന്നു എന്ന്. അതെ, നമ്മൾ നോക്കണം, ഈശോയെ ചൊല്ലിയാണ് വഴക്കുണ്ടാക്കുന്നത്. അതെ, ഈയിടെ ഏരോ മെത്രാൻ പറഞ്ഞെന്ന് കേട്ടു, ഇനി പുളിപ്പുള്ള അപ്പം കൊണ്ടാണ് പൗരസ്ത്യ റീത്തുകാർ ഇനി കുർബാന ചെല്ലാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, 1053 സഭയെ രണ്ടായി അന്ത്യോക്യയിൽ വെച്ച് പിളർക്കാനിടയായ സംഭവം ഈ പുളിപ്പിൻ്റെ അപ്പമായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പമെന്ന് ഇപ്പോൾ ബിജിലിച്ചൻ സുവിശേഷം വായിച്ചപ്പോൾ നിങ്ങൾ കേട്ടു. പെസഹ ആഘോഷിച്ചത് പുളിപ്പില്ലാത്ത അപ്പം. ഈശോ തൻ്റെ ജീവിതത്തിൽ പറയുണ്ടായി, ഫരീസ്യരുടെ പുളിപ്പ് നിങ്ങൾ മാറ്റിക്കളണം എന്ന് പറഞ്ഞാൽ അത് അക്രമത്തിൻ്റെ തിന്മയുടെ പുളിപ്പാണ്. അപ്പോൾ ശുദ്ധമായതായിരിക്കണം. ഈയിടെ ഒരു മെത്താൻ പറയുന്നത് കേട്ടു, അതെ, ആ പണ്ടത്തെ പഴമയിലേക്ക് തിരിച്ചു പോകണം. 1058 ഉണ്ടായിരുന്ന മുറിവിലേക്ക് വീണ്ടും പോകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പുളിപ്പുള്ള അപ്പം കൊണ്ട് വേണം ഇനിയും ബലിയർപ്പിക്കാൻ. ഇതിൽ വല്ല ഉണ്ടോ അർത്ഥം? നമ്മൾ കുർബാനയെ കാണുന്നത്, കുർബാന അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും തെക്കോട്ടാലും വടക്കാലും ഏറ്റവും പ്രധാനപ്പെട്ട ഈശോയുടെ ശരീരം നമുക്ക് വേണം. ആ ശരീരം ഭക്ഷിക്കണം, പാനം ചെയ്യണം. ഈ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി ബുദ്ധിയില്ലാത്ത അവിവേകികളായി വഴക്കുണ്ടാക്കുന്നവരാണ് ഞങ്ങൾ വൈദികരും കന്യാസികളും അച്ഛന്മാരും. ദയവായി ക്ഷമിക്കണേ. നിങ്ങൾ അതിനൊന്നും സൈഡ് പിടിക്കരുത്. അതുകൊണ്ട് സ്നേഹത്തോടൊരു അപ്പനെന്ന നിലയിൽ 80 അടുക്കുന്ന ഞാൻ പറയുന്നു, നിങ്ങൾ എന്നും ബലി പോകണം. ബലി നിങ്ങളുടേതാണ്, നിങ്ങളുടെ അവകാശമാണ്. അതുകൊണ്ട് ബലി പോകണം. അതേത് റീത്തുമാട്ടെ, ഏത് പള്ളിയുമാട്ടെ, ഏത് സ്ഥാപനമാട്ടെ, കരിശുഭവനാട്ടെ, പള്ളിയായിട്ട്, വേറെങ്കിലും എവിടെയായാലും അനുദിന ബലിയിൽ പങ്കുകൊണ്ട് യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ച് അവനോടുകൂടി ഒന്നായിത്തീരുക. ഹല്ലേലൂയ. അതേ മക്കളെ, ആ ശരീരവും രക്തവും നാവിൽ അലിഞ്ഞു ചേരുമ്പോൾ ഈശോയുമായി നമ്മൾ അലിഞ്ഞു ചേരുന്നു. അതാണ് നമ്മുടെ നിത്യത. 1 യോഹന്നാൻ 5:11-12 നിത്യത, നിത്യജീവൻ അവിടുത്തെ പുത്രനിൽ ആണ്. അവിടുത്തെ പുത്രനെ സ്വന്തമാക്കിയവൻ നിത്യത സ്വന്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കത്തോലിക്കർക്ക് നിത്യത എന്ന് പറയാൻ മരണം കഴിഞ്ഞിട്ടാ. അത് കഴിഞ്ഞ് കുറേ ഒപ്പീസും ചൊല്ലി കുറേ കുർബാനും ചൊല്ലിട്ട് ഇവനെ നിത്യതയിലേക്ക് ഓടിക്കുക അല്ല. ക്രിസ്തീയ ജീവിതം അതല്ല. ഇവിടെ വെച്ച് തന്നെ നിത്യതയിൽ ജീവിക്കേണ്ടവരാണ് നമ്മൾ. നമുക്ക് ഈശോയെ നമ്മുടെ ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ തുറന്നാൽ മക്കളെ കണ്ണുകൊണ്ട് കാണാം. അത് ശരീരമാണ്, രക്തമാണ്. ചില അച്ഛന്മാരൊക്കെ പറയും രക്തരഹിത ബലിയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചൊറിച്ചിൽ വരും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അച്ഛന്മാരെന്നും കള്ളാ പറയുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു. ഇല്ല മക്കളെ, ആ വൈദികൻ അപ്പമെടുത്ത് എൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞ ഗുരാശവചനം ഉച്ചരിക്കുമ്പോൾ സത്യമായും അത് യേശുവിൻ്റെ ശരീരമാണ്. പക്ഷേ നമ്മുടെ ലൗകിക കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവിടെയാണ് മക്കളെ ആധ്യാത്മിക ജീവിതത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആവശ്യം. ആന്തരിക കണ്ണ് തുറന്നാലേ കാണാൻ സാധിക്കൂ. ഈശോ ഉയർത്തു, മഗ്ദലന മറിയം കണ്ടു. കാരണം അവിടെ ആന്തരിക കണ്ണ് അവൾ തുറന്നു. അതുകൊണ്ട് ഉയർത്ത കർത്താവിനെ കണ്ടു. അതുപോലെ ഏറെ പേർ, കേപ്പാസ്, 12 അപ്പോസ്തലന്മാർ, 500 പേര്, പിന്നെ പൗലോസൊക്കെ കണ്ടു. എങ്ങനെ? ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ. അത് കാണണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം 10 ദിവസം ഷെക്കീന ടെലിവിഷൻ കൊടുത്ത ധ്യാനത്തിൽ പറഞ്ഞതുപോലെ അന്തരാത്മാവ് തുറക്കപ്പെടണം. കണ്ണ് കണ്ടിട്ടില്ലാത്ത, ചെവി കേട്ടിട്ടില്ലാത്ത, ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത ദൈവാനുഭവത്തിലേക്ക് നമ്മൾ വളരണം മക്കളെ. ഇവിടെ കിടന്നുകൊണ്ട് എൻ്റെ കർത്താവെ എൻ്റെ മകളെ കെട്ടിക്കാനാണെങ്കിൽ എന്തരണമേ, സ്ഥലം കച്ചവടം നടക്കാൻ എളുപ്പം സ്ഥലം കെട്ടാൻ കർത്താവെന്ന് പറഞ്ഞ് കാര്യശോന് വരുന്നു. എല്ലാം ഭൗമിക കാര്യങ്ങൾ മാത്രം. ഇനിയും മാറണം. യേശുവിനെ സ്നേഹിക്കുന്നവരായി ഒതൻറ്റിക് ക്രിസ്ത്യൻ, യഥാർത്ഥ ക്രൈസ്തവർ. ഇല്ലെങ്കിൽ കർത്താവ് വീശുമുറം കയ്യിലെടുത്തിരിക്കുക. വീശുമുറം കയ്യിലെടുത്തിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞതാണ്, അവൻ അഗ്നി കൊണ്ട് സ്നാനം നടത്തും. പൂഞ്ഞാറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ അഗ്നി കൊണ്ടുള്ള സ്നാനം. ലോകം മുഴുവൻ ക്രിസ്ത്യാനികൾ അഗ്നിശുദ്ധികൾ നടക്കുന്നൊരു കാലമാണേ. ഈശോ പരീക്ഷിച്ചു നോക്കാനാണ്. ആരുണ്ട് വിശുദ്ധ ക്രിസ്തീയ ജീവിതം കഴിക്കുന്നവർ? അവരെ മാറ്റി നിർത്തും. മറ്റൊരു പെണ്ണ് പിടിച്ചും കള്ളു കുടിച്ചും പള്ളിയിൽ പോകാതെയും വിശ്വാസമില്ലാതെയും പാവം ഭാര്യമാർ കരഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, കള്ളും കുടിച്ച് നടക്കുക, അച്ഛാ പ്രാർത്ഥിക്കണേ. ഞാൻ പറയും പ്രാർത്ഥിക്കുന്നില്ല. അവർക്ക് വേണ്ടി എന്തെങ്കിലും വെറുതെ സമയം ഞാൻ കളയുന്നത്? അത് ഞാൻ പറഞ്ഞു അങ്ങനെ പൊക്കോട്ടെ. ബൈബിളിൻ്റെ അവസാനത്തെ വാചകം വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്, തിന്മ ചെയ്തവൻ തിന്മ ചെയ്തോട്ടെ, നന്മയായുള്ളവർ നന്മ കൂടുതൽ പ്രവർത്തിക്കട്ടെ, ഇതാ ഞാൻ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈയിടെ എല്ലാം കേൾക്കുന്ന ഒരു വിഷയമാണ്. ഈശോയുടെ 2ാമത്തെ വരവ് അടുത്തു.
അടയാളങ്ങളുണ്ട്. ശരി, അവരും ആ വരവിൽ അവൻ്റെ വലത്ത് ഭാഗത്തായിരിക്കുവാൻ, അവൻ്റെ വിശുദ്ധയുടെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് കൃപ വേണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. വളരെ വിറയലോടും ഭക്തിയോടും കൂടി നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനു വേണ്ടി ആ പൗലോസിനെ പോലെ പറയാറാകണം, ഞാൻ എൻ്റെ ഭൗമികമായ മോഹങ്ങളും ആഗ്രഹങ്ങളും അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല, യേശുക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർ 2:20. ഇപ്പോൾ ഈ ജീവിതം ക്രിസ്ത്യാനി ചെയ്യുന്നില്ല. ഇപ്പോഴെല്ലാവർക്കും ഈ ഭൗമിക കാര്യങ്ങൾ, അമേരിക്കയ്ക്ക് പോകണം, യൂറോപ്പിന് പോകണം, ഓസ്ട്രേലിയക്ക് പോകണം, വീസ ഉണ്ടാകണം, ജോലി വേണം, പണം വേണം, കടം വീട്ടണം. ഇതിനൊന്നുമല്ല ഈശോ വന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 12-ാം അധ്യായം ലൂക്കാ എഴുതിയ സുവിശേഷം, രണ്ട് ചേട്ടനും അനിയനും 2 പേര് വന്നു. അനിയൻ പറഞ്ഞു, ചേട്ടനൊന്ന് പറയണം ഈശോയെ, ഈ സ്ഥലകാര്യങ്ങൾക്ക് ഭാഗോടമ്പടി ചെയ്യുന്ന കാര്യം. ഈശോ ചോദിച്ചു, ആരാടാ എന്ന് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ ഭാഗോടമ്പടി ചെയ്യാൻ കാര്യസ്ഥനാക്കിയത്? ഹല്ലേലൂയ. ഇന്ന് പലരും ഈശോ അങ്ങനെയാണ് കാണുന്നത്. അല്ല, ഈശോ വന്നത് നമ്മളെ അവനോടുകൂടി ചേർത്ത് നിൽക്കുവാൻ. നമുക്ക് ചേർന്ന് നിൽക്കാം മക്കളെ. എങ്കിൽ അതെ, അന്ത്യദിനങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നുണ്ട് മനോഹരമായിട്ട്. ഹെബ്രായക്കാർക്ക് ഇത് ലേഖനം 11-ാം അധ്യായത്തിൽ 22-ാം വചനം, പീഡനങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. എന്നാൽ എനിക്കുള്ളവർ വിശുദ്ധരായിരിക്കും, അവരെ ഉൾക്കൊള്ളാൻ ലോകത്തിന് കഴിയുകയില്ല. ഹല്ലേലൂയ. അത് ഈ പീഡനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, നമുക്കറിയാം. ലോകത്തെ മുഴുവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. അതിന് കാരണം ലോകത്തിന് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ക്രിസ്ത്യാനിയുടെ ജീവിതം വിഭിന്നമായൊരു ജീവിതമായിരിക്കണം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ വംശവും ദൈവത്തിൻ്റെ സ്വന്തവും വിശുദ്ധരുമായി ജീവിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവരെ കർത്താവ് തേടിപ്പിടിക്കാൻ, അതെ, ലേവി പുത്രന്മാരെ അലക്കുകാരൻ വെളുപ്പിക്കുന്ന പോലെ, അല്ലെങ്കിൽ തീച്ചൂളയിൽ ഉരുക്കി വെളുപ്പിക്കുന്ന പോലെ, അത് ഉരുക്കി ശുദ്ധീകരിക്കുന്ന പോലെ ശുദ്ധീകരിക്കുന്ന കാലമാണ് ഇത് മക്കളെ. വല്ലാത്ത കാലമാകട്ടെ വരാൻ പോകുന്നത്. അത് മഞ്ഞക്കത്തിന് കാണുകയിലായിരിക്കാം. നിങ്ങളെല്ലാം പലരും ജീവിച്ചിരിക്കും. ഏറെ പീഡനമുണ്ടാകും ഇവിടെ. അതെ, എന്ന സത്യം നിങ്ങൾക്കെല്ലാം കൺമുമ്പിൽ കാണാം. ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് പത്രോസ് പറയുന്ന പോലെ നമ്മുടെ വിളിയും നമ്മുടെ പ്രത്യേകതയും നമ്മുടെ തെരഞ്ഞെടുപ്പും അംഗീകരിച്ച് അതനുസരിച്ച് അതെ നമുക്ക് മുന്നോട്ട് പോകാം, ജീവിക്കാം. അതിനുവേണ്ടിയാണ് കർത്താവ് ബലിയർപ്പിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, സഭ സ്ഥാപിച്ചു. എന്താണ് സഭ? നാമാണ് സഭ. അച്ഛനും കപ്പ്യാരും മെത്രാനും ഒന്നുമല്ല, മാർപ്പാപ്പായല്ല സഭ. സഭ ദൈവജനമാണ്. അത് വത്തിക്കാൻ സിനോഡോസിൽ പ്രത്യേകം അത് വിവരിച്ചിട്ടുണ്ട്. ദൈവജനമാണ് സഭ. എങ്കിൽ നിങ്ങളാണ് സഭ. ഇനിയും വളരെ വ്യക്തമായി 1 കൊരിന്ത്യർ അധ്യായം 12:27 വായിക്കുന്നു. അതെ, സഭ യേശുവിൻ്റെ ശരീരവും നാം ഓരോരുത്തരും അവനിലെ അവയവങ്ങളുമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അവൻ്റെ ശരീരത്തിലെ അവയവം. അപ്പം നമ്മൾ ഒന്നായി സ്നേഹത്തിൽ ആയിരിക്കണം. ഞാൻ എൻ്റെ കാര്യഭവൻ പാട്ട് പാടുന്ന പോലെ ഒന്നായി നമ്മൾ അതായിരിക്കണം. ആയില്ലെങ്കിൽ, പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അടിച്ചു കൊണ്ടുവരും. അതാ ഇപ്പം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയെത്ര വചനപ്രഘോഷണങ്ങൾ, എവിടെയെല്ലാം കർത്താവിൻ്റെ വചനങ്ങൾ. നിങ്ങളൊന്നായിരിക്കണം സ്നേഹത്തിൽ. ആര് കേൾക്കുന്നു? അതെ, വൈദിക മേലധ്യക്ഷന്മാർ പോലും കേൾക്കുന്നില്ല. എങ്കിൽ കർത്താവ് നല്ല അടി തരും. ഇതെല്ലാം പോകും. ഈ കത്തോലിക്ക സഭയും ഈ മർത്തോമാ സഭയും ലത്തീൻ സഭയും ലൂഥ ഇതൊന്നും കാണില്ല. കർത്താവിൻ്റെ ആ ഏക സഭ, അവൻ സ്ഥാപിച്ച അവൻ്റെ ശരീരമാകുന്ന സഭ ഇപ്പോൾ ഉയർക്കുകയാണ്. ഈശോ അതിനാണ് ഈ പെസഹ നാളിൽ അവൻ അതെ തൻ്റെ തന്നെ ശരീരവും രക്തവും, തൻ്റെ തന്നെ ഹൃദയവും രക്തവും നമുക്കായി തരുന്നതും. ഇത് തുടർന്ന് അനുഷ്ഠിക്കുകയല്ല, ഈ കുർബാന തുടർന്ന് നമുക്ക് അനുഭവവേദ്യമാക്കുന്നതിന് വേണ്ടി വൈദികരെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഈ കുർബാന എന്ന് പറയുന്നത് കാൽവരിയിലെ ബലിയുടെ പുനരാവതരണമല്ല, ഇത് തുടർച്ചയാണ്. അതായത് ഈശോ യഥാർത്ഥ ബലി സ്വർഗത്തിലാണ്. പിതാവിൻ്റെ അടുക്കൽ ഇപ്പോഴും അവൻ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാപങ്ങൾക്ക് പൊറുതിയും വിടുതലും തന്ന് ഈശോയോട് കൂട്ടിച്ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പരമയാഗബലി തുടർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പങ്കുകൊള്ളുവാൻ, എനിക്ക് പങ്കുകൊള്ളുവാൻ വൈദികൻ ബലി അർപ്പിക്കുന്നു. ആരുടെ ബലി? ഈശോയുടെ തന്നെ ബലി. ഹല്ലേലൂയ. അതുകൊണ്ട് അച്ഛൻ ബീഡി വലിക്കും, കള്ളു കുടിക്കും, അതുകൊണ്ട് അവൻ്റെ കുർബാനയ്ക്ക് പോകുന്നില്ല എന്ന്
ശുദ്ധമണ്ടന്മാരായ മലയാളി കത്തോലിക്കർ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് അവൻ കള്ളു കുടിച്ചോ പെണ്ണ് പിടിച്ചോ നരകത്തിൽ പോട്ടെ, പക്ഷെ അവൻ അർപ്പിക്കുന്ന ബലി, അവൻ അർപ്പിക്കുന്ന ശരീരവും രക്തവും നമ്മളെ സ്വർഗത്തിലേക്ക് അനയിക്കും. ഹല്ലേലൂയ. അവൻ്റെ ബലിയുടെ അർത്ഥം മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് സ്നേഹത്തോടെ കത്തോലിക്കരായി മുന്നോട്ട് പോകാം. കത്തോലിക്ക സഭയെ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അപഗ്രഥിച്ച കാണാൻ സാധിക്കും. ഈശോ സ്ഥാപിച്ച ഏകസഭ അതുതന്നെയാണ്. പക്ഷെ കത്തോലിക്ക സഭ എന്ന പേരൊന്നും കർത്താവ് കൊടുത്തില്ല. തിരുസഭ അതവൻ്റെ ശരീരമാണ്. ആ ശരീരം ഇന്ന് 30,000-30,000 പരമുള്ള എല്ലാ സഭകളിലുമുണ്ട്. അതെ, അവരെ കർത്താവ് ഒന്നിച്ചു കൂട്ടുന്ന സമയമായിരിക്കും അവൻ്റെ ആഗമന കാലം. അതെ, ഈശോ എന്തിനു ബലിയർപ്പിച്ചു? നമ്മളെ വിശുദ്ധീകരിക്കാൻ, അവിടുത്തെ സ്വഭാവത്തിൽ പങ്കുകാരാക്കുവാൻ. നമ്മൾ വായിക്കുന്നുണ്ട്, ദുരാശ മൂലം ലോകത്തിലുണ്ടാകുന്ന വിനാശത്തിൽ നിന്നും രക്ഷപ്പെട്ട് ദൈവിക സ്വഭാവത്തിൽ പങ്കുകാരാകുവാനാണ് അവൻ തന്നെ ബലിയർപ്പിച്ചത്. 2 പത്രോസ് 4:4. ഹല്ലേലൂയ. അതെ, ദൈവിക സ്വഭാവത്തിലാണ് നമ്മൾ പങ്കുകൊള്ളുന്നത്. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ മറക്കരുത്, വലിയ സംഭവം മക്കളെ. ചുമ്മാ അപ്പം തിന്നുന്നതല്ല, ചുമ്മാ രക്തം കുടിക്കുന്നതോ വീഞ്ഞു കുടിക്കുന്നതോ അല്ല. ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോയെ, ശാരീരികമായിട്ടെൻ്റെ ഈശോയെ ഞാൻ സ്വീകരിക്കണം. അപ്പം വീഞ്ഞും അലിഞ്ഞു ചേരുന്ന പോലെ ഞാൻ ഈശോയുടെ സ്വഭാവത്തിൽ, ഈശോയുടെ ഹൃദയഭാവത്തിൽ അങ്ങ് ഉരുകിച്ചേരുകയാണ്. എൻ്റെ ഹൃദയം മാറുകയാണ്. അതെ, എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞ പോലെ നിന്റെ പഴയ ശിലാതുല്യമായ കഠിന ഹൃദയം ഓപ്പറേറ്റ് ചെയ്ത് ദൂരെ കളഞ്ഞ് അതെ ഒരു പുതിയ ഹൃദയം ഞാൻ നിനക്ക് തരും, പുതിയ ആത്മാവിനെ നിവേശിപ്പിക്കും. പ്രിയമുള്ള, ഇതാണ് ബലിയിൽ സംബന്ധിക്കുന്നത്. നമ്മൾ വിശുദ്ധരാകാനായിട്ടുള്ള അതെ കർത്താവിൻ്റെ ബലിയാണ് വിശുദ്ധ ബലി. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് വിശുദ്ധ ബലി, വിശുദ്ധ കുർബാന. ആ വാക്ക് മറന്നു പോരുത് കേട്ടോ. നമ്മൾ കുർബാനയ്ക്കല്ല പോകുന്നത്, വിശുദ്ധ കുർബാനയ്ക്കാണെന്ന് ഓർക്കുക. അവിടെയാണ് പാപങ്ങൾ കഴുകപ്പെടുന്നത്, അവിടെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. അവിടുന്ന് ഈശോയുടെ സ്വഭാവത്തിൽ നമ്മൾ ഒന്നു ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. അതെ, ഒരു വലിയ ക്ലാസ് എടുക്കേണ്ട സമയമല്ല, ഒരു പ്രസംഗമാണ്. അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം ഈ 4 കാര്യങ്ങൾ മനസ്സിലുണ്ടാക്കട്ടെ. ഈശോ തൻ്റെ ഹൃദയത്തിൻ്റെ വലിയ സ്നേഹം പ്രകടിപ്പിച്ച് അദ്ദേഹം മുറിച്ചു തരുന്ന, രക്തം ചിന്തി തരുന്ന ബലി കുർബാന. 2, അവിടുത്തെ അതീവ സ്നേഹത്താൽ എളിയവരായവരെ വിളിച്ച് തൻ്റെ പുരോഹിതൻ ആക്കുന്നു. വെറും പുരോഹിതല്ല, തൻ്റെ തന്നെ അധികാരവും തൻ്റെ തന്നെ അവകാശങ്ങളും തൻ്റെ തന്നെ അനുഗ്രഹങ്ങളും കൊടുക്കുന്നു. എന്നിട്ട് ലോകത്തിൽ ഇന്നിപ്പോൾ ഏകദേശം 5 ലക്ഷത്തിൽ കാത്തോലിക്ക വൈദികർ ലോകത്തിലുണ്ടെന്നാണ് പറയുന്നത്. എങ്കിൽ 5 ലക്ഷം അൾത്താറുകളിൽ ബലിയർപ്പിച്ച് ഈ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനൊന്ന് പറയുന്നു, ഒത്തിരി തിന്മ ഈ ലോകത്തിലുണ്ടെങ്കിലും ആ വിശ്വാസമുള്ളവർക്കും ആഗ്രഹമുള്ളവർക്കും അവിടുത്തെ ശരീരവും രക്തവും സംലഭ്യമാണ്. റോമ 3:25. കാരണം എന്നും അർപ്പിക്കുന്ന 5 ലക്ഷത്തോളം ബലികളുടെ രക്തത്തിൻ്റെയും ശരീരത്തിൻ്റെയും ശക്തി ഈ അന്തരീക്ഷത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശക്തി കൊണ്ട് വേണം തിന്മയെ പോരാടാൻ. 1 യോഹന്നാൻ 5:19 പറയുന്നു, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിലാണ്. ശരിയാ, ദുഷ്ടം പിടിച്ചുകൊണ്ടിരുന്നോട്ടെ. അപ്പോൾ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ നമുക്കൊരു ചുക്കും വരില്ല, യാരും നമ്മളെ തൊടില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാര്യച്ച വിജിലച്ച അയലൊക്കത്തോടെ ഏതാണ്ട് ചെയ്തു കേട്ട മന്ത്രോ കൂടോത്തോ ചെയ്തിട്ട് വീട്ടിലേക്ക് ഗ്രഹപ്പഴകൾ പ്രശ്നങ്ങൾ അല്ല, നമ്മുടെ തന്നെ തിന്മ കൊണ്ട്, നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗിക്കാത്തത് കൊണ്ട് ലോകത്തുള്ള തിന്മയുടെ ശക്തി നമ്മളെ അടിമപ്പെടുത്തുന്നു, അഥവാ സ്വാധീനിക്കുന്നു. മക്കളെ, മുൻപിലുള്ള യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ആ ശക്തിയെ മുറുകെ പിടിക്കൂ, നിങ്ങൾ ബലിപൂർവമായിരിക്കും സംബന്ധിക്കൂ. ഇനിയും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, ഓൺലൈൻ കുർബാനയുടെ കാലം കഴിഞ്ഞു. ഞാനിപ്പോൾ വന്നപ്പോൾ ഗേറ്റിൽ ഒരാളോട് ചോദിച്ചു, കുർബാനയ്ക്ക് വരികയാണോ? ഇല്ല, ഞാൻ വീട്ടിൽ പോവാണ്, ഓൺലൈനിൽ കൂടാൻ പോവാ. ഓൺലൈൻ കുർബാന അന്ന് മാർപ്പാപ്പ പ്രത്യേകമായിട്ട് അനുമതി നൽകിയത് കോവിഡ് കാലത്ത്. കാരണം നമുക്ക് വീട്ടിൽ നിന്ന് പോകത്തില്ലായിരുന്നു, പള്ളിയിൽ കുർബാനയില്ലായിരുന്നു. അപ്പോൾ അത് പാപ്പാപ്പ തന്നെ പിൻവലിച്ചു. അപ്പോൾ അതെ, ആ ബലി കണ്ടാൽ സിനിമയിൽ കാണുന്ന പോലെ കാണാം. നല്ല കാര്യം, അത്രയേ ഉള്ളൂ. നിങ്ങൾ ബലിയുടെ യഥാർത്ഥ പങ്കുകൊള്ളിൽ ഭാഗഭാഗിത്വത്തിൽ വരികയാണെങ്കിൽ മുഴുവൻ കുർബാനയും സംബന്ധിച്ച് ശരീരവും രക്തവും
തിന്നുകയും കുടിക്കുകയും ചെയ്യണം. പിന്നെ ഈ മറ്റ് സിനിമ കാണുന്നതിന് പകരം സിനിമ പോലെ ഈ ഓൺലൈൻ കുർബാന കണ്ടു, കുഴപ്പമില്ല. ഹല്ലേലൂയ. ഇനി വലിയ രോഗികളായിട്ട്, കിടപ്പ് രോഗികളായിട്ട്, കോവിഡ് കാലത്ത് പോകാൻ മേലാതെ പോലെ കിടന്നവർ അങ്ങനെ ഓൺലൈനിൽ കണ്ട കർത്താവ് ഒരു പക്ഷേ അവരോട് കരുണ കാണിക്കും, കുർബാനയുടെ അർത്ഥവും അനുഗ്രഹവും കൊടുത്തേക്കാം. പക്ഷേ മടിയന്മാരായിട്ട് നല്ല ചുരുചുരുക്കോടെ നടക്കേണ്ട ആളുകൾ ഒരു ഗ്ലാസ് കാപ്പിയും കൈ പിടിച്ച് നാരങ്ങ വെള്ളവും കൈപ്പിടിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കുർബാന കാണുക. അച്ഛാ, എല്ലാ ദിവസവും ഞാൻ കുർബാന കാണുന്നുണ്ട് ഓൺലൈനിൽ, ഞായറാഴ്ച പോലും. മാപ്പാപ്പ പ്രത്യേകം പറഞ്ഞു, കടമുള്ള ദിവസങ്ങളിൽ കുർബാനയിൽ പോയില്ല എങ്കിൽ കടങ്ങൾ തീരുകയില്ല. ഹല്ലേലൂയ. ഇത് ആത്മാർത്ഥമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒരു നിമിഷം കണ്ണുകൾ ശാന്തമായി അടയ്ക്കാം. കേട്ട ഏതെങ്കിലും വചനം നിങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്, കർത്താവിന് നന്ദി പറയുക. ആ വചനത്തിൻ്റെ പൊരുൾ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ബലി, വിശുദ്ധ ബലി, അൽത്താരയിലെ ബലി, അത് കാൽവരിയിലെ ബലി തന്നെയാണ്. കാൽവരിയിലെ ബലിയും ഈ ബലിയും ഒരേ ദിവസമാണ് നടന്നത് യെരൂശലേമിൽ. ഇന്നും അത് തന്നെയാണ്. ഈശോയുടെ കാൽവരിയിലെ ബലിയെ നോക്കിക്കൊണ്ടാണ് ബലി വസ്തുവാകപ്പവും വീഞ്ഞും അർപ്പിക്കുന്നതും. കൂടാശ വചനത്തിലൂടെ ശരീരവും രക്തവും അഥവാ ഹൃദയവും രക്തവുമാക്കി മാറ്റുന്നതും വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ നമ്മുടെ നാവിലേക്ക് തരുന്നതും. നന്ദി പറയട്ടെ, സ്തോത്രം പറയട്ടെ. സഭ ഈശോയുടെ ശരീരമാണ്, സ്നേഹത്തിൽ ബന്ധപ്പെട്ടത്. ഈശോയുടെ ശരീരമാണ് സഭയിൽ. സ്നേഹത്തിൽ ഐക്യപ്പെട്ട് ജീവിച്ചില്ലെങ്കിൽ വെട്ടപ്പെട്ട ശാഖയാണ്, വെട്ടി തീയിലിടപ്പെടും. കർത്താവിൻ്റെ ഹിതമനുസരിച്ചും കൽപ്പനയനുസരിച്ചും ജീവിച്ചില്ല എങ്കിൽ കെടാത്ത തീയിൽ ദഹിപ്പിക്കുമെന്ന വചനം വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അഗ്നി കൊണ്ടുള്ള സ്നാനം നടന്നുകൊണ്ടിരിക്കുന്നു. ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗവാക്യത്വമെന്ന് ഈശോ പറയുന്നുണ്ട് പൗലോസിലൂടെ. മാത്രമല്ല, ശരീരം ഭക്ഷിക്കുമ്പോൾ ഒരേ ശരീരത്തിൽ നിന്നാണ് ഭക്ഷിക്കുന്നത്. ഈശോയുടെ ശരീരത്തിൽ നിന്ന് തെക്കും പാനും വടക്കും പാനും അല്ലെങ്കിൽ ലത്തീൻകാരനും സുറിയാനിക്കാരനും ഇവിടെ കേരളത്തിലുള്ളവരും അല്ലെങ്കിൽ അമേരിക്കയിലുള്ളവരും എല്ലാം ഈശോയുടെ ഒരേ ശരീരം ഭക്ഷിക്കുന്നു, ഒരേ ആത്മാവിൽ പാനം ചെയ്യുന്നു, ഒരേ ശരീരത്തിൽ വസിക്കുന്നു. നാം ഒന്നാണ്. തിന്മയുടെ വിത്ത് പാകുന്ന പിശാചിനെ ഹൃദയത്തിൽ നിന്ന് കർത്താവെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, അർത്ഥപൂർണമായി തുടർന്നുള്ള ആചരണങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പങ്കുകൊള്ളാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ഏകകൽപ്പന, വലിയ കൽപ്പന, പരസ്പരം സ്നേഹിക്കുക. നാഥാനുള്ള കൃപ സഭയിലുള്ള എല്ലാവർക്കും നൽകണമേ. പ്രത്യേകിച്ച് കേരള സഭയ്ക്ക്. അമ്മേ, നല്ല അമ്മേ, നിൻ്റെ മകനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ യഥാർത്ഥ സത്യസഭയിലെ അംഗങ്ങളായിരിക്കുവാനും സത്യക്രിസ്ത്യാനികളായി ജീവിക്കുവാനുമുള്ള കൃപയ്ക്കായി. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് എന്നെ തന്നെ ഒന്ന് അഭിനന്ദിക്കണം. കാരണം 1948 ഏപ്രിൽ 18 പെസഹ വ്യാഴാഴ്ച ആയിരുന്നു. അന്നാണ് ഞാനുണ്ടായത്. ഞാനുണ്ടായപ്പോൾ എൻ്റെ തലയിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റാത്തി കുഞ്ഞന്നാമ്മ പറഞ്ഞു എൻ്റെ അമ്മയോട്, ഇവൻ അച്ഛനാകും, പട്ടമാണ്. പണ്ട് കാലത്ത് അച്ഛന്മാർ തലയിൽ പട്ടം പഠിക്കുമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അതെ, കണ്ടിട്ടുണ്ട്, പ്രായമുള്ളവർക്കറിയാം. അമ്മ ആ രഹസ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചു. അച്ഛനായി കഴിഞ്ഞപ്പോഴാണ് ഇതിനോട് പറഞ്ഞത്. കാരണം അമ്മയുടെ വാക്ക് ഒരു തരത്തിലും എന്നെ സ്വാധീനിക്കരുത് അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞില്ല. അതെ, ഈ കുഞ്ഞന്നാമ്മ എന്ന് പറഞ്ഞ വൈറ്റാട്ടി പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണ് പെസഹ വ്യാഴം. ഇതിന് വചനം പങ്കുവെക്കണമെന്ന് സമൂഹം പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അതെ, യേശുവെ നന്ദി, യേശുവെ സ്തോത്രം.